എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ഇൻഡിജേഴ്സ് എന്ന് നോക്കാം അല്ലേ. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 0, 1, 2, 3 എക്സെട്ര, അതേപോലെ -1, -2, -3 എക്സെട്ര, ഈ നമ്പേഴ്സിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എങ്ങനെയാണ് 2 + 3 ചെയ്യുക? 2 + 3 = 5 എന്ന് എഴുതും അല്ലേ. അപ്പോൾ 2 + -3 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 2നെയും 3നെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2, 3. അപ്പോൾ ഇതിൽ ഏതാണ് വലിയ നമ്പർ? 3 അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? 3 - 2 ചെയ്യുക. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്നിട്ട് ഈ 3ൻ്റെ സൈൻ, അതായത് നമ്മുടെ വലിയ നമ്പറിൻ്റെ സൈൻ ഇതാണ് മൈനസ് അല്ലേ. എന്നിട്ട് ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു. അതായത് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 + -3. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാണ്? ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 5 ആണോ 3 ആണോ? 5 അല്ലേ. അപ്പോൾ 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2 എന്ന് എഴുതി. ഇനി 5ൻ്റെ സൈൻ എന്താണ്? പ്ലസ്. അപ്പോൾ നമുക്കൊന്നും ഇടണ്ട, പ്ലസ് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -5 + 3. ഇങ്ങനെ വന്നാലോ? ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? വലുതിന് ചെറുത് കുറക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. അതായത് 5 - 3 ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. വലുതിൻ്റെ സൈൻ എന്താണ്? 5ൻ്റെ സൈൻ എന്താണ്? മൈനസ്. അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. -10 + 4. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 10 - 4 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 6 ഇട്ടു, വലുതിൻ്റെ സൈന് മൈനസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടും നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിലോ? അതായത് ഇപ്പോൾ ഇങ്ങനെ വന്നു വിചാരിച്ചോ, -5 + -3. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് 5 + 3 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? -8. ഇനി ഇങ്ങനെയാണെങ്കിലോ, -10 + -4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -14. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. -11 + -2. അതേപോലെ -11 + 2. ഇതിന് രണ്ടിനും ആൻസർ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ 5 - 3 നമുക്ക് എന്താ കിട്ടുക? 2 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ 3 - 5 ആണ് ചെയ്യുന്നതെങ്കിലോ, 3 - 5 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കുറക്കുക. അതായത് 5 - 3 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. എന്നിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 3ൽ നിന്ന് 5 മൈനസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കുറക്കുക, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെയാണെങ്കിലോ, -3 - 5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. -8 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ്? -3 - 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? -8 എന്ന് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെയാണെങ്കിലോ, 3 - -5. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസും ഉണ്ട്. മൈനസും അടുത്തടുത്ത് വന്നു. -a × മൈനസ് എന്താണ്? പ്ലസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 3 + 5 = 8. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെയാണെങ്കിലോ, -3 - -5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ -3 നമുക്ക് അതേപോലെ എഴുതാം. ഇവിടെ നോക്കിയാൽ മൈനസും അടുത്തടുത്ത് വന്നു. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് പോകും. -3 + 5 = എന്താണ്? -3 + 5 എന്ന് പറഞ്ഞാൽ വലുതിന് ചെറുത് കുറക്കുക, വലുതിൻ്റെ സൈൻ ഇടുക അല്ലേ. അപ്പോൾ നമ്മൾ 5 - 3 ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. വലുതിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ 2 എന്നാണ്. ഓക്കെ.